സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടെങ്കിലേ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം സ്വന്തത്തിനെ റെസ്പെക്ട് ചെയ്യാൻ സാധിച്ചെങ്കിലേ മറ്റുള്ളവരെയും റെസ്പെക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ഇപ്പോൾ വിവാഹ ജീവിതത്തിൽ ഭാര്യ ആവട്ടെ ഭർത്താവ് ആവട്ടെ രണ്ടുപേരും പരസ്പരം റെസ്പെക്ട് ചെയ്യുന്നവരാവാൻ, ആദരിക്കുന്നവരാവാൻ, പരസ്പരം ബഹുമാനിക്കുന്നവരാവാൻ സാധിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ത്രീ തീർച്ചയായും അവൾ ആഗ്രഹിക്കുന്ന, എൻ്റെ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് എന്നെ ആദരിക്കുന്ന, എന്നെ അംഗീകരിക്കുന്ന, എനിക്ക് വേണ്ട റെസ്പെക്ട് തരുന്ന ഒരു പുരുഷനായി തീരുക എന്നുള്ളത്. ആ രൂപത്തിലാണോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ കാണുന്ന പുരുഷന്മാരുണ്ട്. എപ്പോഴും അവർ സീരിയസ് ആയിരിക്കും. നർമ്മബോധം തീരെയില്ല, ഒരു തമാശയും പറയില്ല. വീട്ടിൽ വന്നാൽ പോലും മസിൽ പിടിച്ചിരിക്കുന്ന പുരുഷന്മാരുണ്ട്. ഭാര്യയോട് ഒരു തമാശ പറയില്ല, മക്കളോട് പറയില്ല. പലപ്പോഴും കൗൺസിലിങ്ങിന് അത്തരത്തിലുള്ള അനുഭവങ്ങൾ വരാറുണ്ട്. വലിയ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള വലിയ വ്യക്തിത്വങ്ങളാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അവർ വലിയ പൊസിഷനിലായിരിക്കും. പക്ഷേ വീട്ടിലെത്തുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗോതമ്പിൻ്റെ മാവ് കുഴച്ചു കൊടുത്തു എന്ന് പറയുന്നത്, വീട്ടിലുള്ള ജോലികളിൽ സഹകരിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആരാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? അദ്ദേഹം ഒരു വലിയ നേതാവാണ്, ഒരു ഭരണാധികാരിയാണ്, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഒരു സൈനിക നേതാവാണ്, ഒരു നയതന്ത്രജ്ഞനാണ്. ഒരുപാട് റോളുകൾ നിർവഹിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അദ്ദേഹത്തിലാണ് മാതൃക. ആ റസൂൽ എന്ത് ചെയ്തു? സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ മുമ്പിൽ വളരെ വിനയത്തോടു കൂടിയാണ് പെരുമാറിയത്. അവർ ചിലപ്പോൾ കലിപ്പിലാവുമല്ലോ, ദേഷ്യം ഉണ്ടാവുമല്ലോ. കത് ഹാറ എന്നുള്ള ആ പ്രയോഗം എന്താ? നിങ്ങളുടെ ഉമ്മക്ക് ഈർഷ്യം വന്നു, ദേഷ്യം വന്നു. ആ പാത്രം ഉടഞ്ഞ സംഭവത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഉമ്മക്ക് ദേഷ്യം വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ മുഖത്തടിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ വേറെ കല്യാണം കഴിക്കാനോ ഒന്നും പോയിട്ടില്ല. ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ക്ഷമ അവലംബിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പെണ്ണ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരു നർമ്മബോധമാണ്. തമാശയൊക്കെ പറയുമ്പോൾ തമാശ പറഞ്ഞതിന് ഭാര്യയെ അടിച്ച പുരുഷന്മാർ. ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടൊരു സംഗതിയാണ്. എന്തോ ഒരു വിഷയത്തിലൊരു മൂപ്പര് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു തമാശ പറഞ്ഞ പൊന്നീച്ച പാറിയെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. പൊന്നീച്ച പാർന്ന് അടി. ആ പുരുഷനൊക്കെ എന്താ ചെയ്യുക? ഭാര്യയുടെ മുഖത്തടിക്കുക, വേദനിപ്പിക്കുക, ഹറാസ് ചെയ്യുക. ഇങ്ങനത്തെ ആളുകൾക്ക് എങ്ങനെ പുരുഷന്മാർക്ക് സ്ത്രീകളെ ഇഷ്ടപ്പെടാനും അവരുടെ കൂടെ ജീവിതം നയിക്കാനും പറ്റുക? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്. നോക്കൂ, എത്രമാത്രം മഹത്തരമായ മാതൃകാപരമായ കാര്യങ്ങളാണ് ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുള്ളത്. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയോട് എത്ര മാന്യമായി പെരുമാറണം എന്നതിൻ്റെ എത്രമാത്രം ഉദാഹരണങ്ങൾ അവിടെയുണ്ട്, അല്ലേ? അപ്പോൾ ഒരു നർമ്മബോധം എന്ന് പറയുന്നത്, ഹ്യൂമർ സെൻസ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ വേണ്ടത് എവിടെയാണ്? വീട്ടിലല്ലേ, മക്കളോടൊപ്പമല്ലേ, ഭാര്യയൊക്കെ ഉണ്ടാകുന്ന സമയത്തല്ലേ. സ്വാഭാവികമായിട്ടും ഒരു കാർക്കശ്യത്തിൻ്റെയും ഗൗരവത്തിൻ്റെയൊക്കെ ആ ഒരു ഷർട്ട് വീടിൻ്റെ പുറത്ത് അഴിച്ചു വെച്ചിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ എന്നാണ് പറയുന്നത്. വീട്ടിലെത്തിയാൽ കുറച്ചൊക്കെ മക്കളായിട്ട് കളിതമാശകളും ഭാര്യയൊക്കെ കൂട്ടിയിട്ട് ഒരുമിച്ച് കുറച്ച് തമാശകളും കാര്യങ്ങളും പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ്സുകൾ റിലീസ് ചെയ്ത് പോകാനുള്ള, ഒരുപാട് ടെൻഷനുകൾ മറക്കാനുള്ള ഒരു സാഹചര്യമാണത്. അത് വീട്ടിലുണ്ടാക്കാൻ പ്രത്യേകിച്ചും ഉപ്പമാർ, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണമെന്നാണ്.